coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണകാലത്ത് ഇപ്രകാരം മാർപ്പാപ്പ ദൈവജനത്തോട് പറയുകയുണ്ടായി: സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭയെ മിഷണറിയാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭയെ മിഷണറിയാക്കി മാറ്റുന്നത്. പരിശുദ്ധ മറിയം മെജൂറിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം തന്റെ മക്കളോട് പറഞ്ഞു: പ്രിയ കുഞ്ഞുങ്ങളെ, പ്രസാദപരത്തിന്റെ സമയമാണിത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിനായി അവിടത്തേക്ക് സ്വയം തുറന്നു കൊടുക്കുവിൻ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഈ വാക്കുകള് ഈ സന്ദേശവുമായി ബന്ധപ്പെടുത്തുമ്പോൾ എത്രമാത്രം അർത്ഥവത്താണ്. മറിയത്തിന്റെ വാക്കുകൾ മറിയത്തിന്റെ സ്വന്തമല്ല, സ്വർഗത്തിന്റെ വാക്കുകളാണ്. ത്രിയേക ദൈവം പരിശുദ്ധ മറിയത്തെയാണ് ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വർഗത്തിന്റെ ആലോചനകൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. പരിശുദ്ധ മറിയത്തിലൂടെ നൽകപ്പെടുന്ന ഓരോ സന്ദേശവും പരിശുദ്ധ ത്രിത്വത്തിന്റെ വാക്കുകളാണ്. ഇത് പ്രസാദപരത്തിന്റെ സമയമാണ്. എന്റെ കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നിത്യജീവന്റെ പ്രത്യാശ നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവാണ് മിഷണറി സ്പിരിറ്റ് നമ്മിലേക്ക് പകർന്നു തരുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവരാജ്യത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും നിയന്ത്രിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ അല്പസമയം ആത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാവരത്തിന്റെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് സഭയിൽ നിന്ന് വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലാകമാനം അഭിഷേകത്തിന്റെ തീ പരിശുദ്ധാത്മാവ് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന് പ്രത്യേകത മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വചനം: ഭൂമി രൂപരഹിതവും പാഴുമായിരുന്നു,
ആഴത്തിന്റെ മുകളിലൂടെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. രൂപരഹിതമായിരുന്ന, ക്രമമില്ലാതിരുന്ന, പാഴും ശൂന്യവുമായിരുന്ന ഈ പ്രപഞ്ചത്തിന് മേൽ പരിശുദ്ധാത്മാവ് പുരന്നിരിക്കുകയാണ്. തള്ളക്കോഴി ആ മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ ആത്മാവ് തന്റെ ജീവനും ചൂടും ഈ പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ട് ഇതിന് രൂപം കൊടുക്കുകയാണ്. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, രൂപരഹിതമായ, ക്രമമില്ലാത്ത എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു 3 പ്രാവശ്യം സ്വരമുയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അതുകൂടി സ്വരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് കരങ്ങളെ യാചനാപുറം തുറന്നു പിടിച്ച് അറിയാവുന്നവരെല്ലാം ഈ വരികൾ നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകൾ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കണം ഈ ശുശ്രൂഷകളെ വഴി നടത്തേണ്ടത്. പരിശുദ്ധാത്മാവായിരിക്കണം നമ്മോട് സംസാരിക്കേണ്ടത്. ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് പാടുന്നു. വരിക വരിക പരിശുദ്ധാത്മാവേ, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ പാരം നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വരണമേ. വെൽക്കം വെൽക്കം ഹോളി സ്പിരിറ്റ്. ജീവിതങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. നമ്മൾ ഒരിക്കൽ കൂടെ എല്ലാവരും പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പാരം നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് രൂപം നൽകണമേ, ദൈവിക ഭാവം നൽകണമേ, ജീവന്റെ സമൃദ്ധി നൽകണമേ. കം ഹോളി സ്പിരിറ്റ്. എല്ലാ ശുശ്രൂഷകളിൽ നിറയുക. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിനായി തുറക്കണമേ. ശക്തിയാൽ നിറയ്ക്കണേ, ശക്തിയാൽ നിറയ്ക്കണേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ. തിരുവചനത്തിന് നാഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുവാനായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും ശ്രദ്ധാപൂർവം വായിക്കുകയും കൃപയായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയിൽ റേമ ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറഞ്ഞു, കർത്താവിൻ്റെ ആഗമനം
കെട്ടുകഥയല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടോ ഭാവന സൃഷ്ടിയല്ല. തിരുസഭയുടെ മാറ്റമില്ലാത്ത ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം. ഇന്ന് ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് വികലമായ പല കാഴ്ചപ്പാടുകളും അനേകർ ഈ തലങ്ങളിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവ് നൽകുന്ന ഈ ആലോചനകൾ സ്വീകരിക്കുവാനുള്ള ഹൃദയത്തുറവിയോടെ ദൈവസന്നിധി നമ്മൾക്കായിരിക്കാം. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് വീണ്ടും വരുമോ? കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വീണ്ടും വരുമെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇത് സഭയുടെ വിശ്വാസ സത്യമാണ്. നമ്മൾ ഇന്നും വിശുദ്ധ കുർബാനയിൽ സഭയുടെ പൊതുവിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചതാണ്. അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു തട്ടിപ്പല്ല, ഇതൊരു പഴങ്കഥയല്ല, ഇത് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം. യോഹന്നാൻ ശ്ലീഹ കാണുകയാണ് കർത്താവായ യേശുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ വരുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. മേഘങ്ങളുടെ അകമ്പടിയോടെ രാജാതി രാജാവായി കർത്താവ് എഴുന്നള്ളി വരികയാണ്. ഓരോ മിഴിയും, എന്താണ് അതിനർത്ഥം? സകല മനുഷ്യരും അവിടുത്തെ മഹത്വം കാണും. ഇതൊരു പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വചനം. ആ വചനം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കുക. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ വചനം എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? രാപ്പകൽ സ്തുതികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. അവരെന്തു പറഞ്ഞാണ് സ്തുതിക്കുന്നത്? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച് 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 അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ വചനത്തിൽ പ്രത്യേകമായി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ്? അവൻ ആയിരിക്കുന്നവനാണ്, ആയിരുന്നവനാണ്, വരാനിരിക്കുന്നവൻ. കർത്താവിന്റെ ഒരു പേര് തന്നെ എന്താണ്? വരാനിരിക്കുന്നവനാണ്. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനത്തിൽ ഇതേ വചനം ആവർത്തിക്കുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ കർത്താവിന്റെ പേര് തന്നെ വരാനിരിക്കുന്നവൻ എന്നാണ്. ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് വീണ്ടും വരിക തന്നെ ചെയ്യും. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം വലിയ യാഥാർത്ഥ്യമാണ്. എബ്രായ പുസ്തകം 9-ാം അധ്യായം 28-ാം വചനത്തിൽ ഇതേ സത്യം വീണ്ടും പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ്. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല. ഇനി കർത്താവ് വരുന്നത് കുരിശിൽ മരിക്കുവാനല്ല, പാടിപ്പിഴകൾ ഏറ്റെടുക്കുവാനല്ല. ഇനി കർത്താവ് വരുന്നത് രാജാതി രാജാവായി തനാകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരും. ഹല്ലേലൂയ! എത്ര മനോഹരമായ വചനമാണിത്. കർത്താവായ യേശു ക്രിസ്തു
വീണ്ടും വരുന്നത് തന്നാകാംക്ഷപൂർവം കാത്തിരുന്ന തന്റെ വിശ്വസ്തരായ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗണത്തിൽ ഞാനും നിങ്ങളും പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായി? നമ്മളിങ്ങനെ ജീവിച്ചതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? തന്നാകാംക്ഷപൂർവം വിശ്വസ്തയോടെ കാത്തിരുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ സഹോദര സഹോദരി, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടണം. ഇതിനു വേണ്ടിയാണ് സഭയിലൂടെ എന്തുമാത്രം ശുശ്രൂഷകളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വചന ശുശ്രൂഷകള്. ഈ വചന ശുശ്രൂഷകളിലൂടെ എല്ലാം ഈ ഒരു അഭിഷേകത്തിനായി, ഈ ഒരു ആത്മീയ ഒരുക്കത്തിനായി ദൈവം നമ്മളെ സജ്ജമാക്കുകയാണ്. കുദാശകളിലൂടെ, തിരുവചനത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, സ്തുതിയാരാധനയിലൂടെ, സഭയുടെ മറ്റ് ശുശ്രൂഷകളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തിയാണ് നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ നമ്മൾ ആത്മീയമായി ഒരുക്കുന്നു, സജ്ജമാക്കുന്നു, പൗത്രീകരിക്കുന്നു. എബ്രായ പുസ്തകം 10-ാം അധ്യായം 37-ാം വചനം. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഈ വചനത്തിൽ നമ്മൾ ഹൃദയം ഉറപ്പിക്കണം. കർത്താവിന്റെ തിരുവെഴുത്ത് പറയാണ്, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഈ തിരുവചനങ്ങളെല്ലാം ആവർത്തിച്ച് എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനം കെട്ടുകഥയല്ല, അത് ഭാവന സൃഷ്ടിയല്ല, അത് മിഥ്യാധാരണയല്ല, അത് വ്യക്തിപരമായ വെളിപാടല്ല. അത് തിരുവചനത്തിൽ മാറ്റമില്ലാത്ത സത്യമാണ്. അത് സഭയുടെ എക്കാലത്തുമുള്ള വിശ്വാസ സത്യമാണ്. നമ്മൾ എന്തിനത് ധ്യാനിക്കുന്നത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് എന്ന് വരും, കർത്താവിന്റെ വീണ്ടും വരവ്, അതിന്റെ വർഷവും മാസവും തീയതിയും സമയവും അറിയാനാണോ? ആണോ? എന്ത് മണ്ടത്തരാത്! ഇതിനു വേണ്ടി എല്ലാം നമ്മൾ ഈ വിശ്വാസ സത്യം ഇവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 6-7 വചനങ്ങളിൽ, ഇത് മനോഹരമായൊരു വചനമാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തന്നെയാണോ? വളരെ ഷാർപ്പായൊരു ചോദ്യമാണ് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി എന്താ? 7-ാമത്തെ വചനം. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചതായ സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല. അവിടെ ഭാഷയിൽ പറഞ്ഞ ചുട്ട മറുപടിയാണ് കർത്താവ് കൊടുത്തത്. നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് പിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അത് പിതാവിന്റെ സമയപരിധിയിൽ വരുന്നതാണ്. ഈ കാര്യം നിങ്ങൾ അറിയേണ്ടതില്ല. കർത്താവായ യേശു എന്ന് വരും? ഈ ചോദ്യത്തിലുള്ള മറുപടി ഇത് തന്നെയാണ്. അത് നമ്മുടെ വിഷയമല്ല. കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ. നമ്മുടെ തലമുറയിലാണ് കർത്താവിന്റെ പ്രത്യാഗമനം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരുക്കമുള്ളവരാകണം, നമ്മൾ നഷ്ടപ്പെട്ടവരാകരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വചനത്തിലോട്ട് വരിക. ഈ സത്യം കൂടുതൽ കൂടുതൽ കർത്താവ് നമ്മൾ ഉറപ്പിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. കർത്താവേ, നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. കർത്താവ്, നിന്റെ ആഗമനം എപ്പോഴാണ് സംഭവിക്കുക? ഈ ചോദ്യത്തിന് മറുപടിയായി കൃത്യമായ ചില അടയാളങ്ങൾ വ്യക്തതയോടുകൂടി കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-36 തിരുവചനങ്ങൾ. ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. മാറ്റമില്ലാത്തതാണ് കർത്താവിന്റെ വചനം. ഈ വചനത്തിന് പരാജയമില്ല. ഇത് നിത്യം നിലനിൽക്കുന്ന രക്ഷയുടെ
തുടർന്ന് 36-ാം വചനത്തിൽ ആ മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിയുകയില്ല. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. ആ മണിക്കൂറിനെ കുറിച്ച്, ഏത് മണിക്കൂർ? കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം എപ്പോൾ സംഭവിക്കും? ആ സമയത്തെ കുറിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനായ യേശുവിന് പോലും അറിയുകയില്ല എന്നാണ് നമ്മുടെ കർത്താവ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവ് എന്ന് വരും, ഏത് വർഷമാണ് വരുന്നത്, ഏത് സമയത്താണ് വരുന്നത്, ഏത് ദിവസമാണ് വരുന്നത്, അത് നമ്മുടെ വിഷയമല്ല. അത് അന്വേഷിച്ച് റിസർച്ച് നടത്തി ചുമ്മാ സമയം കളയരുത്. മാത്രമല്ല, നമ്മൾ അബദ്ധങ്ങളിൽ പെട്ടുപോകരുത്. അബദ്ധ സിദ്ധാന്തങ്ങള്, തെറ്റായ പ്രബോധനങ്ങള്, ചില പാഷണതകളിലൊക്കെ ചില വ്യക്തികള് ചെന്ന് പെട്ടതിന്റെ കാരണം ഇത് റിസർച്ച് നടത്തി ഇത് തലക്കടിച്ച് അവരങ്ങ് ഇത് ചിന്തിച്ചങ്ങ് പോവാണ്. വ്യക്തമായ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിക്കേണ്ട, അത് പിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആ സമയം പിതാവിന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയത്തില്ല. ഇന്ന് പലരും ഞങ്ങളാണ് വരാനിരിക്കുന്ന മിശിഹ, കാലഘട്ടത്തിന്റെ പ്രവാചകരെന്നൊക്കെ പറഞ്ഞ് കർത്താവായ യേശുവിന്റെ വീണ്ടും വരവിന്റെ സമയവും കാലവും തീയതിയൊക്കെ കൃത്യമായി പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവജനം പലപ്പോഴും ചിതറിപ്പോകുകയാണ്. ഇത് പിശാചിന്റെ ഡിസെപ്ഷൻ ആണെന്ന് കൃത്യമായി ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് വിശുദ്ധ പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്? തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ആ വചനം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധാപൂർവം സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് ചേർന്ന് വായിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദിനം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന? കർത്താവിന്റെ ദിനം വന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന പ്രസംഗങ്ങള്, പ്രബോധനങ്ങള് ദൈവജനം വളരെ ശ്രദ്ധിക്കണമെന്ന് എത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വഞ്ചിതരാകരുത്. ഈ വിഷയത്തിൽ ആരും നിങ്ങളെ വഞ്ചിക്കാൻ ഇടവരരുത്. തുടർന്ന് പൗലോസ്ലീഹ പറയുകയാണ്, ഈ ദിനം വരുന്നതിന് മുൻപ് വലിയൊരു വിശ്വാസത്യാഗമുണ്ടാകും. ഒത്തിരി അടയാളങ്ങളുണ്ട്. ഇതിനെല്ലാം ശേഷമാണ്. അതെപ്പോൾ അതാർക്കും അറിഞ്ഞുകൂടാ. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ആരും നിങ്ങളെ അർത്ഥശൂന്യമായ വാക്കുകളാൽ വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് വലിയൊരു ഡിസെപ്ഷൻ ആണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കണം. നമുക്കറിയാം, ചില പ്രസ്ഥാനങ്ങള്, ചില സെക്റ്റുകള്, വ്യക്തിഗത ഗ്രൂപ്പുകള് കർത്താവിന്റെ വീണ്ടും വരവിന്റെ സമയവും കാലവും തീയതിയും എല്ലാം മുൻകൂട്ടി പ്രവചിച്ച് എത്ര വ്യക്തികളെയാണ് സഭയിൽ നിന്ന് ചിതറിച്ചു കളഞ്ഞത്. നമ്മുടെ നാടുകളിൽ തന്നെ രക്ഷയ്ക്കുള്ള പെട്ടകം ഇതാണെന്ന് പറഞ്ഞ്, നമ്മളാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ദുരുപദേശങ്ങളിലൂടെ സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ നിന്ന്, ദൈവവചനത്തിന്റെ നിർമ്മലതയിൽ നിന്ന് എത്രയായിരങ്ങളെ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. സഭയുടെ ചരിത്രത്തിൽ എക്കാലത്തും ഇതുപോലത്തെ പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആദിമ സഭയിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ആദിമ സഭയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ശക്തമായി മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ആരും നിങ്ങളെ വഞ്ചിക്കാൻ ഇടവരുത്തരുത്. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു എന്നുള്ള പ്രസംഗങ്ങളും പ്രബോധനങ്ങളും നിങ്ങൾ കേട്ടു എന്ന് വരും. നിങ്ങൾ വഴിതെറ്റി പോകരുത്, നിങ്ങൾ മാറിപ്പോകരുത്, നിങ്ങൾ ചഞ്ചലചിത്തരാകരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എത്ര കൃത്യതയോടെയാണ് അപ്പോസ്തലനായ പൗലോസ് സഭ മക്കളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയം അടുത്ത നാളുകളിൽ ഫാദർ സ്റ്റെഫാനോ ഗോപി വളരെ വിശുദ്ധിയോടെ ജീവിച്ച് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യേകമായ സന്ദേശങ്ങൾ ലോകത്തെ അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തൊരു വന്യ വൈദികനായിരുന്നു സ്റ്റെഫാനോ ഗോപി. അച്ഛനിലൂടെ പരിശുദ്ധ മറിയം സഭയോട് സംസാരിക്കുകയാണ്. അമ്മയുടെ വാക്കുകൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം സ്ക്രീനിലോട്ട് നോക്കി ആ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ പുത്രന്റെ അനന്ത കരുണയെ പരിമിതപ്പെടുത്തുന്ന വിധത്തിൽ നിശ്ചിത വർഷവും ദിവസവും പറയുന്നവരാൽ നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഇനിയും എല്ലാം മാറ്റപ്പെടാം. നിങ്ങളുടെ കാലത്തിന്റെ ആകുലതകളുടെയും ഭീഷണികളുടെയും നടുവിൽ ആത്മാവിന്റെ ശാന്തതയോടെ ഭയം കൂടാതെ ജീവിക്കുക. വരാനിരിക്കുന്നവയെ കുറിച്ച് ജിജ്ഞാസരാകാതെ ഓരോ നിമിഷവും കുറ്റമറ്റ സ്നേഹത്തിൽ ജീവിക്കുക. എത്ര അർത്ഥവത്തായ സ്വർഗത്തിന്റെ ആലോചനയാണ് പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ അറിയാതെ പോവുകയാണ്. പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ സ്വർഗം സംസാരിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ടെന്ന് നമ്മളിൽ അധികം പേർക്ക് അറിഞ്ഞുകൂടാ. ഈ അറിവില്ലായ്മയാണ് പലപ്പോഴും പിശാച് മുതലെടുക്കുന്നത്. ദൈവത്തിന്റെ കരുണയെ പരിമിതപ്പെടുത്തുവാൻ മനുഷ്യരായി നമുക്ക് ഒരു അവകാശമില്ല. കർത്താവിന്റെ വീണ്ടും വരവ്, അതിന്റെ സമയവും കാലമൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് ഏതാനും നാളുകൾക്ക് മുൻപ് പരിശുദ്ധ മറിയത്തിനോട് കൃത്യമായി ത്രിയേക ദൈവം സഭാ മക്കളോട് സംസാരിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത നാളുകളിൽ പല വ്യക്തികളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പല കുടുംബങ്ങളും ഇന്ന് കഠിനമായ ദുഃഖത്തിലാണ്. ഭർത്താവ് പെട്ടകത്തിലാണ്, അല്ലെങ്കിൽ ഭാര്യ പെട്ടകത്തിലാണ്, മക്കള് പെട്ടകത്തിലാണ്. കർത്താവ് വരും വരും എന്നൊക്കെ പറഞ്ഞ് ഈ വചനങ്ങളങ്ങ് കൂട്ടത്തിലായി അവർക്ക് ചേരുന്ന വിധത്തിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഹൃദയങ്ങളിലേക്ക് ഇങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, കാരണം മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും വചനത്തോട് ഭയങ്കരമായൊരു അഭിനിവേശനമുണ്ട്, വചനത്തോട് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തെ മുതലെടുത്ത് ദൈവവചനത്തെ വളച്ചൊടിച്ച് ഈ വിശ്വാസ സത്യം കൈകാര്യം ചെയ്യും. പല സ്ഥലങ്ങളിലും ദൈവവചനവുമായി കടന്നു ചെല്ലുമ്പോൾ പലരും കണ്ണീരോടെ പറയാറുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കണം. മകൻ കൂടെയില്ല, അല്ലെങ്കിൽ ഭർത്താവ് കൂടെയില്ല, ഭാര്യ കൂടെയില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയി? അവർ പെട്ടകത്തിലാണ്, ഒരു പെട്ടകത്തിൽ പോയിരിക്കുകയാണ്. കുടുംബം അവർക്ക് വിഷയമല്ല. എന്താ ഇതിന്റെ കാരണം? ഇത്തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങൾ. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 9-ാം വചനത്തിൽ കർത്താവിന്റെ നിർമ്മലമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിവിധവും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങളിൽ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. വിവിധ തരത്തിലുള്ള വിചിത്രമായ, ഇന്ന് എന്തൊക്കെ വിചിത്രമായ പ്രബോധനങ്ങള്! എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിന്റെ വചനത്തെ ഇങ്ങോട്ട് നോക്കിയേ, ഇത് സഭയുടെ പ്രബോധന ഗ്രന്ഥമാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുണ്ടാകണം. നമ്മൾ വായിക്കണം, നമ്മൾ അറിയണം. നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ സഭ എന്ത് പഠിപ്പിക്കുന്നു, ഇതിൽ സഭയുടെ വിശ്വാസ സത്യം എന്താണ്, സഭയുടെ പാരമ്പര്യം എന്താണ്, ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് ആധികാരികമായി പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം.
വിചിത്രങ്ങളായ പ്രബോധനങ്ങളാ. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ത്രിത്വത്തിൽ 3 ആളുകളല്ല 4 ആളുകളുണ്ട്. ഞാൻ അതിശയിച്ചു പോയി. 4 ആളുകൾ. ഞാൻ ചോദിച്ചു, 4-മത്തെ ആളാരാ? 4-മത്തെ ആള് പരിശുദ്ധ മറിയമാണ്. ചിന്തിച്ചു നോക്കി. മറിയത്തിന് വലിയൊരു റോള് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് പ്രവാചകിയാണ് പരിശുദ്ധ മറിയം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവമാണോ? അല്ല, ദൈവത്തിന്റെ മകുടമായ ശ്രേഷ്ഠതയാർന്ന സൃഷ്ടിയാണ്. എന്തുമാത്രം വിചിത്രമായ പ്രബോധനങ്ങളാ. അതെല്ലാം പറയേണ്ട സമയമല്ല ഇത്. നമ്മൾ ശ്രദ്ധയുള്ളവരാണ്. ആര് പഠിപ്പിച്ചാലും നമ്മൾ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പരിശോധിക്കണം. ബെറോയിലെ വിശ്വാസികളെ പോലെ അപ്പോസ്തലനായ പൗലോസ് സഭ കണ്ടതിൽ ഏറ്റവും വലിയ തിയോളജിയനാണ്, ബൈബിൾ പണ്ഡിതൻ. അറിവ് കൊണ്ടും അർപ്പണം കൊണ്ടും അഭിഷേകം കൊണ്ടും. വിശുദ്ധ പൗലോസാണ് ധ്യാന പ്രസംഗത്തിനായിട്ട് വന്നിരിക്കുന്നത്. കർത്താവിന്റെ സുവിശേഷം ബെറോയിലുള്ള വിശ്വാസികളോട് പൗലോസ് പ്രസംഗിക്കുകയാണ്. പ്രസംഗമൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ജനങ്ങൾ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു. എന്നാൽ അന്ന് രാത്രി ബെറോയിലെ വിശ്വാസികൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു? പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ, ഇത് വാസ്തവമാണോ എന്നറിയാൻ വേണ്ടി അവര് വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിച്ചു. ഒരാളൊന്ന് പറയുമ്പോഴേക്കും അതിന് പുറകെ പോകരുത്. എത്ര പേർ അബദ്ധത്തിൽ പെട്ടുപോകുന്നത്. ദൈവവചനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും നമുക്ക് ആധികാരികതയുണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വചനം. ഇത്തരക്കാരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട്, പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവർ കുടുംബങ്ങളെ ഒന്നടങ്കം തകിടം മറിക്കുന്നു. എത്ര കുടുംബങ്ങളെ ഇന്ന് തകർന്നു പോയത്, എത്ര ബന്ധങ്ങളാ പൊട്ടിപ്പോയത്. പഠിപ്പിക്കാൻ പാടില്ലാത്ത പ്രബോധനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ ലക്ഷ്യമെന്താ? നീചമായ ലാഭമാണെന്ന് വ്യക്തമായി വചനം കാണിച്ചു തരികയാണ്. നീചമായ ലാഭം പക്ക ബിസിനസ് ആക്കുന്നു. വരുമാനത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, മറ്റു പലതിനും വേണ്ടി പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് ജനത്തെ ചിതറിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കർത്താവ് എന്നു വരും എന്നറിയുവാനല്ല ഈ വിശ്വാസ സത്യം നമ്മൾ ഇവിടെ ധ്യാനിക്കുന്നത്. അതറിയുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഒരു പ്രവാചകനും ഒരു അഭിഷിക്തനും ആർക്കും അത് സാധിക്കില്ല. അത് പിതാവിന്റെ ജ്ഞാനത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വന്നാൽ നമ്മൾ ഒരുക്കമുള്ളവരാണ്. ആ ഒരുക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ നിത്യത ഇല്ലാതെ പോകരുത്. ഒപ്പം മറ്റുള്ളവരെയും നമ്മൾ ആത്മീയമായി ഒരുക്കണം. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നത്? 673-ാമത്തെ ഖണ്ഡികയിൽ സഭ വ്യക്തമായി സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം. വ്യക്തമായി തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം ചരിത്രത്തിൽ താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ഇത് സംഭവിക്കാം. ഏത് നിമിഷത്തിലും. നമുക്ക് ആർക്കും അതിൽ ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ തലമുറയിൽ സംഭവിച്ചാലോ? നമ്മൾ ഒരുക്കമില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഒരു സംശയം വിചാരിക്കണ്ട. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, റോമാക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തില്, ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണല്ലോ ഇത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ അടുത്ത് രക്ഷ എത്തിക്കഴിഞ്ഞു.
നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും അടുത്ത് രക്ഷയെത്തി. നിദ്ര വിട്ടുണരണം. നമ്മൾ ഉറങ്ങിയിരിക്കേണ്ട സമയമല്ല, നമ്മൾ മയക്കത്തിലായിരിക്കേണ്ട സമയമല്ല, നമ്മൾ നിസ്സംഗതയിൽ നിഷ്ക്രിയത്വത്തിലായിരിക്കേണ്ടവരല്ല. ദൈവത്തിന് ജനം ഉണരേണ്ട സമയമായെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ കർത്താവ് പറഞ്ഞു, 13-ാം അധ്യായം 35-36 തിരുവചനങ്ങൾ. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധാപൂർവം സ്ക്രീനിലോട്ട് നോക്കുക. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. അതിനാൽ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുക, സമയം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിവില്ലല്ലോ. ഗൃഹനാഥൻ വരുമ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവനെ കാണരുത്. നമ്മൾ ഒരുക്കമുള്ളവരാകണം, ഉണർവോടെ ഇരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇതേ സത്യം വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനം. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. സുബോധത്തോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. ഇന്ന് അനേകർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ വൈകുന്നത്? കർത്താവിന്റെ പ്രത്യാഗമനം എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? കർത്താവ് ഈ കാര്യം മറന്നുപോയിട്ടാണ്? ഒരിക്കലുമല്ല. കർത്താവിനെ അനുതപിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ കർത്താവിന് അത് പിന്നെ ഓർമ്മയില്ല. ബാക്കി ഒരു കാര്യത്തിലും കർത്താവിന് മറവിയില്ല. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-4 വചനങ്ങൾ. തങ്ങളുടെ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകരെ അവസാന നാളുകളിൽ വരും. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? കുറെ നാളായാലും കേൾക്കാൻ തുടങ്ങിയിട്ട് കർത്താവ് വരും വരും വരും. എന്തുകൊണ്ടാണ് കർത്താവ് വരാത്തത്? അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് മറുപടി പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ കാലതാമസം വരുത്തുന്നില്ല. നമ്മൾ ആരും നശിച്ചു പോകാതെ സകലരും അനുതപിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദീർഘക്ഷമ അവിടുന്ന് കാണിക്കുന്നേയുള്ളൂ. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് കർത്താവിന്റെ പ്രധാന കാര്യം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിൽ വാഴുവാൻ അതിയായി യേശു ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്റെ പ്രത്യാഗമനം കർത്താവ് നീട്ടിക്കൊണ്ടുപോവാണ്. ദീർഘക്ഷമ കാണിക്കുകയാണ്. അതിന് പറയുന്ന പേരാ ദൈവകരുണയുടെ കാലം. കർത്താവ് കരുണ കാണിച്ച് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ഞാനത് വായിക്കാം. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധയോടെ സ്ക്രീനിലോട്ട് നോക്കി, നിങ്ങളുടെ കൈകളിലുള്ള ബൈബിളിലോട്ട് നോക്കി ഒരുമിച്ച് നമ്മൾ ഈ വചനം വായിക്കണം. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പം സമയം കൂടി വിശ്രമിക്കാൻ അവർക്ക്
നിർദ്ദേശം കിട്ടി. 11-ാമത്തെ വചനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച്, എണ്ണം തികയുന്നത് വരെ. എല്ലാവരും ഒരുമിച്ച് ആ വചനം ഏറ്റു പറഞ്ഞ്, എണ്ണം തികയുന്നത് വരെ. കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കള് രക്ഷയിലോട്ട് കടന്നു വരുന്നത് വരെ ദീർഘക്ഷമ കാണിച്ച് ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. അല്ലാതെ കർത്താവ് ഈ കാര്യം മറന്നു പോയിട്ടല്ല. നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ കർത്താവ് വരാതിരിക്കുകയില്ല. തന്നാകാംക്ഷപൂർവം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നിശ്ചയമായും യേശു വരുമെന്ന് വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. തിരുസഭ അത് പ്രഘോഷിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ യേശുവിന്റെ പ്രത്യാഗമനം എന്ന ഈ വിശ്വാസ സത്യത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രാധാന്യതയുള്ള സന്ദേശങ്ങളാണ് പെരുമാഴ്ചകളിൽ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളേവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥന നിങ്ങളോട് ചോദിക്കുകയാണ്. വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ ബന്ധത്തിലും, പ്രത്യേകിച്ച് ഷെക്കേന ടെലിവിഷന് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. വലിയ പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ മാധ്യമ ശുശ്രൂഷ വലിയൊരു റിസ്ക്കാണ്. എങ്കിലും ദൈവമക്കളെ, കർത്താവിന് യോഗ്യമാം വിധം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ സഭയെ ശക്തിപ്പെടുത്തുവാനും ലോകത്തെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ വിശ്വാസ സത്യങ്ങളെ ഉയർത്തിക്കാണിക്കുവാനും സാധ്യമാകണം. അതിന് നിങ്ങളേവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുകയാണ്. എല്ലാവരും ഹൃദയത്തിലേക്ക്, ചങ്കിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ടൊരുങ്ങാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ വചനം. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. വളരെ പ്രാധാന്യതയുള്ള തിരുവചനമാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ഇന്ന് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങള് നമ്മളെല്ലാം ലൈവായി മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതായി നമ്മൾ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതൊക്കെ ഇങ്ങനെ നടന്നോളും, അതതിന്റെ വഴിക്ക് പോയിക്കൊള്ളെന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്തോടെ ഈ അടയാളങ്ങളെ കാണരുത്. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രവാചകനായ ദാനിയേൽ ദൈവജനത്തോട് പറയുകയാണ്, ഇതെല്ലാം കാണുമ്പോൾ ദൈവിക ജ്ഞാനമുള്ള കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കൾ എന്ത് ചെയ്യും? അവർ തങ്ങളെ തന്നെ കൂടുതൽ വെണ്മയുള്ളവരാക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. ലോകത്തിന്റെ വെറിക്കൂത്തുകളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് കർത്താവിന്റെ നിർമ്മലതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അനേകർക്ക് കാര്യം മനസ്സിലാവില്ല. ഒരു പറയും, നിങ്ങൾ എന്ത് മണ്ടത്തരയെ കാണിക്കണേ, നമുക്കൊരൊറ്റ ജീവിതമുള്ളോ, അതിങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും പാഴാക്കി കളയാനുള്ളതാണോ? മാക്സിമം എൻജോയ് ചെയ്യണ്ടേ, ഈ ജീവിതം ഇത് സെലിബ്രേറ്റ് ചെയ്യണ്ട, ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ വെറിക്കൂത്തുകൾ അനുഭവിച്ച് അനേകര് ആ സുഖഭോഗങ്ങളെ മുങ്ങിത്താണുകൊണ്ടിരിക്കും. അതാ ദാനിയേൽ പറയുന്നത്, ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, അവർ ഗ്രഹിക്കുകയില്ല. എന്നാൽ ജ്ഞാനികൾ എല്ലാം ഗ്രഹിക്കും. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ ജ്ഞാനം നമ്മൾ നിറയുവാൻ ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. നമ്മുടെ മക്കളിൽ കർത്താവിന്റെ ജ്ഞാനം നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, വന്യവൈദികരിൽ, സഭാപിതാക്കന്മാരിൽ എല്ലാം പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവായി നിറയുവാൻ
കർത്താവിന്റെ ജ്ഞാനത്താൽ നമ്മളെല്ലാം നയിക്കപ്പെടുവാൻ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മധ്യേ. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, ജ്ഞാനം നൽകണമേ. കർത്താവേ, ജ്ഞാനം നൽകണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ, കർത്താവെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ മുറുകെ പിടിക്കുവാൻ ജ്ഞാനം നൽകണമേ. ഒരു പ്രാർത്ഥനയോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, മക്കളിൽ, തലമുറകളിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ജ്ഞാനത്തിന് വിരുദ്ധമായി ഞങ്ങളുടെ ജീവിതങ്ങളിലുള്ള എല്ലാ അശുദ്ധികളിലേക്കും സ്വർഗത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. എല്ലാം കരിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ തീയേ ഞങ്ങളിൽ കത്തുക, കത്തിപ്പടരുക. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ. കരമടിച്ചെല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ ആനന്ദത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അനേകർ അഭിഷേകം ചെയ്ത സമയം. മാതാപിതാക്കൾ പ്രത്യേകം മക്കൾക്ക് വേണ്ടി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ജ്ഞാനം കൊടുക്കണമേ. ജ്ഞാനത്തോടെ ജീവിക്കാൻ, ദൈവിക ജ്ഞാനത്തോടെ പഠിക്കാൻ, ദൈവിക ജ്ഞാനത്തിൽ വളരാൻ ഞങ്ങളെ മക്കളെ, തലമുറകളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ച് കരമടിച്ചു പാടുന്നു. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടിക്കേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. കർത്താവേ, ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവിൽ നിറഞ്ഞേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആരെ നോക്കേണ്ട മടി കൂടാതെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരുന്ന്, ജോലി സ്ഥലത്തിരുന്ന്, നിങ്ങൾ എവിടെയായിരുന്നാലും വിളിക്കുക. വാതോട് വിളിക്കുക. കർത്താവേ, യേശുവേ, ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു. യേശുവേ, അഭിഷേകം പകരണമേ, ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ. കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, വൈദിക കൂട്ടായ്മകളിലേക്ക് കർത്താവിന്റെ ജ്ഞാനം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ ഇടവരരുത്. ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുവാൻ, ജ്ഞാനത്താൽ നയിക്കപ്പെടുവാൻ, ജ്ഞാനത്തിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോർഡ് അനോയിന്റ്. പ്രത്യേകം ഞങ്ങളെ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ സമർപ്പിതത്തിന് അഭിഷേകം ചെയ്യണമേ. Anoint us. Anoint us. കർത്താവിന്റെ ജ്ഞാനമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവ് നൽകിയ ഈ ദൂതുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനത്തിനു വേണ്ടി തുറന്നു വരുന്ന ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ജ്ഞാനത്താൽ ദൈവജനം നയിക്കപ്പെടണം. കർത്താവിന്റെ ജ്ഞാനത്താൽ നമ്മുടെ കുടുംബങ്ങൾ പടുത്തുയർത്തപ്പെടണം. കർത്താവിന്റെ ജ്ഞാനത്താൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ പൂരിതമാകണം. ഈ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. നിങ്ങളേവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെഖേന ടെലിവിഷനെ എന്നും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ടെലിവിഷൻ ശുശ്രൂഷകൾ വളരുവാൻ, ജനലക്ഷങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുന്നു. കഴിയുന്ന വിധത്തിലെല്ലാം നിങ്ങൾ സഹായിക്കണം. ഈ ടെലിവിഷനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ
അവരോട് നിങ്ങൾ സ്നേഹത്തോടെ ഷെക്കേന ടെലിവിഷനെ കുറിച്ച് പറയുകയും ഈ മാധ്യമ ശുശ്രൂഷ പരിചയപ്പെടുത്തുകയും ചെയ്യണം. അത് പ്രത്യേകമായി നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്നേഹത്തോടെ നിർവഹിക്കുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.